3 വട്ടമേശ സമ്മേളനങ്ങളാണ് നടന്നിട്ടുള്ളത്. 1930-ലും 31-ലും 32-ലും. ഒന്നാം വട്ടമേശ സമ്മേളനം 1930-ലും, രണ്ടാം വട്ടമേശ സമ്മേളനം നടന്നത് 1931-ലും, മൂന്നാം വട്ടമേശ സമ്മേളനം നടന്നത് 1932-ലുമാണ്. 3 വട്ടമേശ സമ്മേളനങ്ങളും നടന്നിട്ടുള്ളത് ലണ്ടനിൽ വെച്ചിട്ടാണ്. ഗാന്ധിജി പങ്കെടുത്ത ഏക വട്ടമേശ സമ്മേളനം എന്ന് പറയുന്നത് രണ്ടാം വട്ടമേശ സമ്മേളനത്തിലാണ്. രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ ഗാന്ധിജി പങ്കെടുക്കാൻ കാരണം ഗാന്ധി-ഇർവിൻ ഉടമ്പടിയാണ്. ഗാന്ധി-ഇർവിൻ ഉടമ്പടി പ്രകാരമാണ് ഗാന്ധിജി രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തത്. 1935-ലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിന് കാരണമായ വട്ടമേശ സമ്മേളനമാണ് മൂന്നാം വട്ടമേശ സമ്മേളനം. 3 വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്തത് ഡോക്ടർ ബി. ആർ. അംബേദ്കറും തേജ് ബഹദൂർ സപ്രുവുമാണ്. ഡോക്ടർ ബി. ആർ. അംബേദ്കറും തേജ് ബഹദൂർ സപ്രുവുമാണ് 3 വട്ടമേശ സമ്മേളനത്തിലും പങ്കെടുത്തത്. ഇന്ത്യയിലെ പട്ടാളക്കാർ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യാ കമ്പനിക്ക് എതിരായി നടത്തിയ കലാപമാണ് വെല്ലൂർ കലാപം. വെല്ലൂർ കലാപം നടന്നത് 1806 ജൂലൈ 10-നാണ്. വെല്ലൂർ കലാപം നടന്ന പ്രദേശം തമിഴ്നാട് സംസ്ഥാനത്തിലാണ്. ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസിന്റെ റിഹേഴ്സൽ എന്നറിയപ്പെടുന്നത് വെല്ലൂർ കലാപമാണ്. വെല്ലൂർ കലാപത്തിന് കാരണം പരിഷ്കരിച്ച പട്ടാളക്കാരുടെ വസ്ത്രധാരണ രീതിയാണ്. വെല്ലൂർ കലാപത്തെ ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസിന്റെ റിഹേഴ്സൽ എന്ന് വിശേഷിപ്പിച്ചത് വി. ഡി. സവർക്കർ. വി. ഡി. സവർക്കറാണ് വെല്ലൂർ കലാപത്തെ ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസിന്റെ റിഹേഴ്സൽ എന്ന് വിശേഷിപ്പിച്ചത്. പരിഷ്കരിച്ച പട്ടാളക്കാരുടെ വസ്ത്രധാരണ രീതി നടപ്പിലാക്കിയ ഉദ്യോഗസ്ഥനാണ് സർ ജോൺ ക്രട്ടോക്ക്. പരിഷ്കരിച്ച പട്ടാളക്കാരുടെ വസ്ത്രധാരണ രീതി നടപ്പിലാക്കിയ ഉദ്യോഗസ്ഥനാണ് സർ ജോൺ ക്രട്ടോക്ക്. കുരുമുളക് ഗവേഷണ കേന്ദ്രം പന്നിയൂർ. കുരുമുളക് ഗവേഷണ കേന്ദ്രം പന്നിയൂർ. കേന്ദ്ര ഏലം ഗവേഷണ കേന്ദ്രം മയിലാടുംപാറ, ഇടുക്കി. കേന്ദ്ര ഏലം ഗവേഷണ കേന്ദ്രം മയിലാടുംപാറ, ഇടുക്കി. സംസ്ഥാന ഏലം ഗവേഷണ കേന്ദ്രം പാമ്പാടുംപാറ, ഇടുക്കി. സംസ്ഥാന ഏലം ഗവേഷണ കേന്ദ്രം പാമ്പാടുംപാറ, ഇടുക്കി. കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം ശ്രീകാര്യം, തിരുവനന്തപുരം. കിഴങ്ങുവിള ഗവേഷണ കേന്ദ്രം ശ്രീകാര്യം, തിരുവനന്തപുരം. കേന്ദ്ര സമുദ്രജല മത്സ്യ ഗവേഷണ കേന്ദ്രം കൊച്ചി. കേന്ദ്ര സമുദ്രജല മത്സ്യ ഗവേഷണ കേന്ദ്രം കൊച്ചി. ഗാന്ധിയൻ പ്ലാൻ 1944 നേതൃത്വം നൽകിയത് എസ്. എൻ. അഗർവാൾ. ഗാന്ധിയൻ പ്ലാൻ 1944 എസ്. എൻ. അഗർവാൾ. ബോംബെ പ്ലാൻ 1944 അർദ്ദേശ്വർ ദലാൽ. ബോംബെ പ്ലാൻ 1944 അർദ്ദേശ്വർ ദലാൽ. സർവോദയ പ്ലാൻ 1950 ജയപ്രകാശ് നാരായണൻ. സർവോദയ പ്ലാൻ 1950 ജയപ്രകാശ് നാരായണൻ. ജനകീയ പദ്ധതി 1945 എം. എൻ. റോയ്. ജനകീയ പദ്ധതി 1945 എം. എൻ. റോയ്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഗവേഷണ കേന്ദ്രങ്ങൾ. ഇന്ത്യൻ ജൂട്ട് ഇൻഡസ്ട്രീസ് റിസർച്ച് അസോസിയേഷൻ സ്ഥിതി ചെയ്യുന്നത് കൊൽക്കത്ത. ഇന്ത്യൻ ജൂട്ട് ഇൻഡസ്ട്രീസ് റിസർച്ച് അസോസിയേഷൻ സ്ഥിതി ചെയ്യുന്നത് കൊൽക്കത്ത. ദേശീയ വാഴ ഗവേഷണ കേന്ദ്രം ട്രിച്ചി. ദേശീയ വാഴ ഗവേഷണ കേന്ദ്രം ട്രിച്ചി. കേന്ദ്ര പുകയില ഗവേഷണ കേന്ദ്രം രാജമുദ്രി. കേന്ദ്ര പുകയില ഗവേഷണ കേന്ദ്രം രാജമുദ്രി. ഇന്ത്യൻ കരിമ്പ് ഗവേഷണ കേന്ദ്രം ലക്നൗ. ഇന്ത്യൻ കരിമ്പ് ഗവേഷണ കേന്ദ്രം ലക്നൗ. ദേശീയ മുന്തിരി ഗവേഷണ കേന്ദ്രം പൂനെ. ദേശീയ മുന്തിരി ഗവേഷണ കേന്ദ്രം പൂനെ. ദേശീയ പിന്നാക്ക കമ്മീഷൻ നിലവിൽ വന്നത് 1993 ഓഗസ്റ്റ് 14. രൂപീകരിക്കാൻ കാരണമായ കേസ് ഇന്ദ്രാ സൗഹാനെ vs യൂണിയൻ ഓഫ് ഇന്ത്യ കേസ് 1992. ദേശീയ പിന്നാക്ക കമ്മീഷന് ഭരണഘടനാ പദവി ലഭിച്ചത് 2018-ലെ 102-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ്. അനുച്ഛേദം 338B. ആസ്ഥാനം ന്യൂഡൽഹി. അംഗസംഖ്യ 5. അംഗങ്ങളുടെ കാലാവധി 3 വർഷം. ആദ്യ ചെയർമാൻ R. N. പ്രസാദാണ്. ഭരണഘടനാ പദവി ലഭിച്ചത് 2018-ലാണ്. ഇതിനുശേഷം ദേശീയ പിന്നാക്ക കമ്മീഷന്റെ ചെയർമാനായി നിയമിതനായത് ഭഗവാൻ ലാൽ സാഹ്നിയാണ്. ദേശീയ പിന്നാക്ക കമ്മീഷനെ നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും രാഷ്ട്രപതിയാണ്. കമ്മീഷന്റെ റിപ്പോർട്ട് പാർലമെന്റിൽ സമർപ്പിക്കുന്നത് രാഷ്ട്രപതിയാണ്.